സുമതി വളവിന്റെ യഥാർത്ഥ കഥ അറിയാമോ? സുമതി വളവ് കേരളത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന കഥകളിലൊന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് റിസർവ് ഫോറസ്റ്റിന് സമീപമുള്ള മൈലമൂട് എന്ന സ്ഥലത്താണ് ഈ വളവ് സ്ഥിതി ചെയ്യുന്നത്. 1950കളിൽ ഇവിടെ നടന്ന ഒരു ക്രൂര കൊലപാതകമാണ് ഈ സ്ഥലത്തെ ഒരു പ്രേതവാസസ്ഥലമായി മാറ്റിയത്. 1957ൽ യുവതിയായ സുമതിയെ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയ രത്നാകരൻ എന്നയാൾ തന്റെ സുഹൃത്തുമായി ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. പാങ്ങോട് മധുരക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സുമതിയെ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. മൃതശരീരം ഒരു മരത്തിൽ ചാരിവെച്ച ശേഷം പ്രതികൾ രക്ഷപ്പെട്ടു. ആദിവാസികൾ മൃതശരീരം കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പ്രതികൾ പിടിയിലായി ജയിൽ ശിക്ഷ അനുഭവിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു. സുമതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ സുമതി വളവിൽ അലഞ്ഞുതിരിയുന്നു എന്ന വിശ്വാസം പ്രദേശവാസികളിൽ നിലനിൽക്കുന്നു. രാത്രികാലങ്ങളിൽ ഈ വളവിൽ വെള്ള വസ്ത്രം ധരിച്ച സ്ത്രീയെ കണ്ടതായി ചിലർ പറയുന്നു. കാറുകൾ ഈ വളവിൽ എത്തുമ്പോൾ എഞ്ചിൻ ഓഫ് ആയി നിൽക്കുന്നതായും ചിലർ പറയുന്നു. സുമതി വളവിലെ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ അതോ കെട്ടുകഥകളാണോ എന്നതിനെക്കുറിച്ച് സംശയങ്ങൾ നിലനിൽക്കുന്നു. ചിലർ ഈ കഥകൾ സാമൂഹിക വിരുദ്ധരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി പ്രചരിപ്പിക്കുന്നതാണെന്ന് വാദിക്കുന്നു.